ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്ട്രക്ചർ ഓഫ് DU, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഓക്കെ, ബേസിക്കലി DUവിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്കൊക്കെ അറിവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അണ്ടറിൽ കുറെ കോളേജസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ക്യാമ്പസ് ഉണ്ട്, സൗത്ത് ക്യാമ്പസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, സൗത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബിൽഡിംഗ് ആണ്. അവിടെ മെയിൻലി ഉണ്ടാവുക ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, അതേപോലെ PG പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ക്ലാസ്സസ് നടക്കുക ഈ സൗത്ത് ക്യാമ്പസിലും നോർത്ത് ക്യാമ്പസിലായിരിക്കും. ഓക്കെ, അത് രണ്ട് ബിൽഡിംഗ് ആണ്. ഇനി ഈ നോർത്ത് ക്യാമ്പസിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറെ കോളേജസിനെയാണ് എന്താ പറയാ നോർത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ സൗത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജസും ഉണ്ട്. കോളേജുകളെയാണ് സൗത്ത് ക്യാമ്പസിലെ കോളേജുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ നോർത്ത് ക്യാമ്പസിന്റെയും സൗത്ത് ക്യാമ്പസിന്റെയും അടുത്തല്ലാതെ പല പല സ്ഥലത്തായിട്ട് കോളേജുകളുണ്ട്. ഡൽഹിയിൽ തന്നെ വേറെ വേറെ സ്ഥലത്തായിട്ട് കോളേജസ് ഉണ്ട്. ആ കോളേജുകളെയാണ് ഓഫ് ക്യാമ്പസ് എന്ന് വിളിക്കുന്നത്. അതായത് നോർത്ത് ക്യാമ്പസിന് സൗത്ത് ക്യാമ്പസിന് ഇട്ടല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കോളേജുകൾ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ഈ നോർത്ത് ക്യാമ്പസ് ഒബ്വിയസ്ലി ഡൽഹിയുടെ നോർത്ത് ഭാഗത്തായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് സൗത്ത് ക്യാമ്പസ് ഒബ്വിയസ്ലി ഡൽഹിയുടെ സൗത്ത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നോർത്ത് ക്യാമ്പസ് എന്നും സൗത്ത് ക്യാമ്പസ് എന്നും വിളിക്കുന്നത്. ഓക്കെ.